മക്കളെ, അപ്പൊ സ്കൂളൊക്കെ തുറന്നു, നമ്മുടെ പഠിക്കാനൊക്കെ തുടങ്ങിയില്ലേ? ഇന്ന് മിസ് നിങ്ങളെ പഠിപ്പിക്കാൻ വന്ന എന്താണെന്നറിയാവോ? നമ്മുടെ ഇംഗ്ലീഷിലെ ഫസ്റ്റ് ചാപ്റ്ററിലെ നമ്മുടെ ടെൻഡർ ടച്ച് എന്ന് പറയുന്ന പാഠത്തെ ഒന്ന് ചുരുക്കി മിസ് എന്ത് ചെയ്യാൻ പോവാണ്, നിങ്ങൾക്ക് ഇന്ന് പഠിപ്പിച്ചു തരാൻ പോവാണ് കേട്ടോ. അപ്പൊ എന്റെ മക്കളെ എല്ലാവരും ശ്രദ്ധിക്കണം. നമ്മൾ ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എവിടെ പഠിക്കും? നമ്മുടെ ലൈവ് ക്ലാസ്സസിൽ പഠിക്കും. അപ്പൊ ഇന്ന് മിസ് എന്താണ് ഒന്ന് കുഞ്ഞായിട്ട് എന്ത് ചെയ്യാൻ നമ്മളൊന്ന് പറഞ്ഞിട്ട് പോവാണ് കേട്ടോ. ഇവിടെ നോക്കണേ, ഇറ്റ് ഇസ് എ സ്റ്റോറി അബൌട്ട് കെയറിങ് ഈച്ച് അതർ. ടെൻഡർ ടച്ച് എന്ന് പറയുന്ന പാഠത്തിൽ നമ്മൾ എന്താ പഠിപ്പിക്കുന്നത്? നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മുടെ ഫ്രണ്ട്സിനെ, നമ്മുടെ ഫാമിലി എല്ലാവരെയും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്ന നമ്മൾ പഠിപ്പിക്കുന്നത്. എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കെയർ ചെയ്യുന്നതിനാണ് നമ്മൾ പഠിപ്പിക്കുന്നത്. There was a girl named Sasha and her friend Naveen. നമ്മുടെ കഥയിൽ രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, സാഷയും നവീനും ഉണ്ട് അല്ലേ? One day Sasha got ready for her school. ഒരു ദിവസം സാഷ എന്ത് ചെയ്തു? രാവിലെ എഴുന്നേറ്റ് കുളിച്ച് നല്ലോണം യൂണിഫോം എല്ലാം മാറ്റി ആ കുഞ്ഞെന്തായി, സ്കൂളിലേക്ക് പോകാൻ വേണ്ടി റെഡി ആയിട്ടിരിക്കുകയാണ്. Her parents were preparing the food for her. അവളുടെ അച്ഛനും അമ്മയും ചേർന്ന് എന്ത് ചെയ്തു? അവൾക്ക് കൊണ്ടുപോകാനുള്ള ടിഫിനൊക്കെ എന്ത് ചെയ്യാണ്, അവരങ്ങനെ പ്രിപ്പയർ ചെയ്ത് കൊടുത്തു അല്ലെ? Her mother prepared ഉണ്ണിയപ്പം for Sasha. അമ്മ എന്ത് ചെയ്തു? സാഷയ്ക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കി കൊടുത്തു. യമ്മി, എന്താ മോനെ ടേസ്റ്റ് അല്ലേ? സാഷ and Naveen, both of them were happy. സാഷയും നവീനും രണ്ടുപേരും ഹാപ്പിയായി. They went to the school and distributed snacks to her friends. അവര് സ്കൂളിലെത്തി അവരെല്ലാവർക്കും എന്ത് കൊടുത്ത? ഈ ഉണ്ണിയപ്പൊക്കെ ഇങ്ങനെ കൊടുത്തേ. പെട്ടെന്ന് suddenly a girl appeared near the window. ആ ജനലിന്റെ അടുത്ത് ആരെ കണ്ടു? ഒരു പെൺകുട്ടിയെ കണ്ടു. ഓക്കെ, അവരാരെ കണ്ട്? ഒരു പെൺകുട്ടിയെ കണ്ട്. The girl vanished soon. When Naveen and Sasha left from school on the way, they heard a lullaby. അങ്ങനെ നവീനും സാഷ ആ പെൺകുട്ടി ഇങ്ങനെ നോക്കി. പക്ഷെ ആ പെൺകുട്ടി എന്ത് ചെയ്തു? പെട്ടെന്ന് തന്നെ ഓടി ഒളിച്ചു അല്ലെ? അവര് സ്കൂൾ വിട്ട് പോകുമ്പോ അവരിങ്ങനെ ഒരു പാട്ട് ഇങ്ങനെ പാടുന്നത് ഇങ്ങനെ കേട്ടോ. അങ്ങനെ അവരെന്ത് ചെയ്തു? ആ പാട്ട് കേട്ട സൈഡിലൂടെ പോകുമ്പോ അവരിങ്ങനെ കാണുന്ന എന്താണ്? ഒരു കുടിലുണ്ട്, അവിടെ ഒരു ഹട്ട് ഉണ്ട്, ആ ടെന്റ് ഉണ്ട്. ആ ടെന്റിന്റെ അടുത്ത് ആരുണ്ട്? ഒരു അമ്മ ഇങ്ങനെ ഭക്ഷണം ഉണ്ടാക്കുന്നുണ്ട്. ഒരു കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? അവളെ ബ്രദർ ഇങ്ങനെ തൊട്ടിലിട്ട് ഇങ്ങനെ ആട്ടുന്നുണ്ട് അല്ലെ? ആ പാട്ട് പാടിയതാരാ? നമ്മുടെ സാഷ. നമ്മുടെ നോക്കുമ്പോണ്ട് കവിത എന്ന് പറയുന്ന അവര് സ്കൂളിൽ നിന്നും കണ്ട ആ പെൺകുട്ടിയാണ് അല്ലേ? എന്തൊരു ഇന്റലിജന്റ് അവര്. ഷി വാസ് an intelligent one. Sasha and Naveen feel sorry for her. നമ്മുടെ സാഷയ്ക്കും നവീനും നമ്മുടെ കവിതനെ കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി. അവള് സ്കൂളിൽ നിന്ന് കേട്ട പാട്ട് എന്തു ഭംഗിയായിട്ടാ പഠിച്ചത്, എന്തു ഭംഗിയായിട്ടാ അവള് പാടുന്നത് അല്ലേ? അവരെന്ത് ചെയ്തു? They went to meet their teacher and discussed all this. അവരെന്ത് ചെയ്തു? പിറ്റേന്ന് സ്കൂളിൽ പോയി അനുപമ ടീച്ചറെ കണ്ടു. അനുപമ ടീച്ചറോട് പറഞ്ഞു, മിസ്സി ഇങ്ങനെ കുട്ടിയുണ്ട്. ആ കുട്ടി നമ്മൾ ഇന്നലെ പഠിപ്പിച്ച പാട്ട് അവൾ ഓർത്തെടുത്ത് അവളെ വീട്ടിൽ നിന്നും അവൾ എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ നിന്ന് പാടുന്നുണ്ട്. അവള് ഭയങ്കര ഇന്റലിജന്റാ. അവൾക്ക് സ്കൂളിൽ വരണം എന്നുണ്ട്, പഠിക്കണം എന്നുണ്ട്. നോക്ക്, there was an assembly on the next day. അടുത്ത ദിവസം next day there was an assembly in the school and Kapita was dressed. നോക്ക്, കവിത was ഇവിടെ മക്കൾ dressed എന്നാണ്, dressed in the school uniform and introduced to the children. കവിത എന്ത് ചെയ്തു? കവിത അന്ന് വന്നത് എങ്ങനെയാ? സ്കൂളിൽ യൂണിഫോം ഒക്കെ ഇട്ട് എല്ലാ കുഞ്ഞുങ്ങളെയും എന്ത് ചെയ്തു? ഹെഡ് മാസ്റ്റർ അവൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തു. കവിതയാണിത്. കവിത നമ്മുടെ സ്കൂളിലെ കുട്ടിയാണ്. The headmaster and Anubhava Miss appreciated the children for being kind and empathetic to each other. നമ്മുടെ ഹെഡ് മാസ്റ്ററും അനുപമ ടീച്ചറും എന്ത് ചെയ്തു? നമ്മുടെ നവീനെയും സാഷയെയും ഭയങ്കരമായിട്ട് അപ്രിഷിയേറ്റ് ചെയ്തു. എന്തുകൊണ്ട് അപ്രിഷിയേറ്റ് ചെയ്തേ? നമ്മുടെ നവീനും നമ്മുടെ സാഷയും കവിതയെ പറ്റി സ്കൂളിൽ വന്ന് പറഞ്ഞിട്ടില്ലെങ്കിൽ, കവിത എന്ന് പറയുന്ന നല്ലൊരു ഇന്റലിജന്റ് ആയ കുട്ടി, അവൾക്ക് സ്കൂളിൽ വരാൻ പറ്റോ? ഇല്ല. അപ്പൊ നമ്മൾ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഹെൽപ്പ് ചെയ്യണം എന്ന് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടല്ലേ ഈ പാഠത്തിൽ. We should help our friends, we should help our family. So this is what I wanted to teach you today. So we stop here. ഇതാണ് നമ്മുടെ പാഠം. ഇത് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ലൈവ് ക്ലാസ്സിൽ നമ്മൾ പഠിക്കും. Thank you so much.